ഇന്ന് മുട്ട വെച്ചിട്ട് മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജാറടിച്ച് വെച്ചിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 2 പൾസ് അത്രയും തന്നെ മതി. അപ്പോഴേക്കും ഈ ഒരു രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ ഇനി ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ അളവിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. കൂടുതൽ ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 മതി. ഇതിപ്പോൾ ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസും അതുപോലെ ടൊമാറ്റോ സോസും അത് രണ്ടും മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് കുറവുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ബ്രെഡിന്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ മാറ്റിയത്. എന്നിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ നടുക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്ങും അതുപോലെ തന്നെ ചീസിന്റെ അളവൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസൊക്കെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും, ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ചീസ് കവർ ചെയ്യാൻ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ഫില്ലിങ്ങും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/3 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോന്നും മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നേരം അങ്ങനെ വെക്കരുത് കേട്ടോ. പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. കാരണം ഈ ഒരു ബ്രെഡ് കുതിർന്ന് പോകും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം സൈഡ് ഭാഗം ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബ്രെഡിന്റെ ഭാഗം ലാസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് കുതിർന്ന് പോവാതെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ 2 കൈയിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയാക്കി എടുക്കുന്ന ഉടനെ തന്നെ ഞാനിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ വെക്കണ്ട. ഓരോന്നും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്ത് ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് ചൂട് വേണം. നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിന് ഒന്നും കുക്കാവാനൊന്നുമില്ല. അപ്പോൾ പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം അതിന്റെ പുറംഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. പൊട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് മുട്ട വെച്ചിട്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുള്ള മുട്ട വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.